തൗഹീദിനോടുള്ള 6 ബാധ്യതകൾ പറഞ്ഞിട്ട് മസാനിബ്. ഇത് കിതാബു തൗഹീദിന്റെ ഷർഹിൽ സുലൈമാൻ റുഹൈലി ഹഫ്ളുല്ലാഹ് പറഞ്ഞ കാര്യമാണ്. പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മൾ തൗഹീദ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അൻ യുഹിബ്ബഹു വൻ യുഹിബ്ബ അഹ്ലഹു. തൗഹീദിനെയും തൗഹീദിന്റെ അഹ്ലുകാരെയും നമുക്ക് ഇഷ്ടമുണ്ടാകണം. ചില ആളുകൾ തൗഹീദ് കേൾക്കുമ്പോൾ തന്നെ പ്രയാസമാണ്. ഏതാ ക്ലാസ് തൗഹീദാണ്, തൗഹീദ് തന്നെ, അത് പാടില്ല. തൗഹീദ് ഇഷ്ടപ്പെടുന്ന തൗഹീദിന്റെ അഹ്ലുകാരെ ഇഷ്ടം. ഒരാൾ മുവഹിദാണോ അയാളോട് ഒരു പൂർണ്ണമായ ബറാഅത്ത് നമുക്ക് പ്രഖ്യാപിക്കാൻ പാടില്ല. അയാൾ എന്തൊക്കെ കുറവുള്ള ആളാണെങ്കിൽ മുവഹിദാണോ അയാൾക്ക് തൗഹീദ് ഉണ്ട് എന്നുള്ള ആ ഇഷ്ടം നമ്മൾ കാണിച്ചേ പറ്റൂ. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ അൻ യതഅല്ലമഹു. തൗഹീദ് നമ്മൾ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. തൗഹീദ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അൻ യതഅല്ലമ തൗഹീദ ജുംലതൻ വ തഫ്സീല. മൊത്തത്തിലും വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തൗഹീദ് പഠിക്കണം. തൗഹീദിനുള്ള ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ളത് തൗഹീദിനെ കുറിച്ചാണ്. ചില ഉലമാക്കൾ പറഞ്ഞു എല്ലാ ആയത്തിലും തൗഹീദ് ഉണ്ട് എന്ന് വരെ പറഞ്ഞിച്ചു. തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ തൗഹീദ് നമ്മൾ പഠിക്കണം. അപ്പൊ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിസാലയാണിത്, അത് നമ്മൾ പഠിക്കണം. മൂന്നാമത് അൻ യുഹഖിഖ തൗഹീദ്. തൗഹീദിനെ നമ്മൾ യാഥാർത്ഥ്യമാക്കണം. തൗഹീദ് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കണം. അൻ യുഹഖിഖ തൗഹീദ്. നാലാമത്തേത് അൻ യഹ്ദറ മിമ്മാ യൻഖുദുഹു ഔ യുൻഖിസുഹു. ആ തൗഹീദിനെ പാടെ നശിപ്പിച്ചു കളയുന്നതോ അല്ലെങ്കിൽ തൗഹീദിന് കുറവ് വരുത്തുന്നതായ കാര്യങ്ങളിൽ നിന്ന് ജാഗ്രത പാലിക്കണം. തൗഹീദിന് കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ തൗഹീദിനെ പാടെ നശിപ്പിക്കുന്ന ശിർക്ക് പോലെയുള്ള കാര്യങ്ങൾ, തൗഹീദിനെ ചെറിയ രൂപത്തിൽ ബാധിക്കുന്ന മറ്റു തിന്മകൾ, ഓരോ തിന്മയും തൗഹീദിനെ ബാധിക്കുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കണം. അഞ്ചാമത്തെ അൻ യദ്ഉവ ഇലൈഹി. തൗഹീദിലേക്ക് നമ്മൾ ക്ഷണിക്കണം. തൗഹീദിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. ആറാമത്തെ അൻ യസ്ബിറ അലാ ദാലിക്. ആ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസത്തിൽ നമ്മൾ സബർ ചെയ്യണം. ഈ 6 കാര്യങ്ങളാണ് തൗഹീദിനോടുള്ള നമ്മുടെ വിശ്വാസിയുടെ ബാധ്യതകൾ എന്ന് സുലൈമാൻ റുഹൈലി ഹഫ്ളുല്ലാഹ് പറഞ്ഞത് കാണാം. നമ്മൾ പഠിക്കുക, അത് പ്രചരിപ്പിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.